ചിറക്കര പഞ്ചായത്തിലെ നമുക്ക് നല്ലൊരു കർഷകനെ, ഒരു സമ്മിശ്ര കർഷകനെ നമുക്ക് പരിചയപ്പെടാം. അപ്പം കർഷകൻ അണ്ണ പേര് പറയാം. എൻ്റെ പേര് സാബു. സാബു. അപ്പോൾ അണ്ണ എത്ര വർഷമായിട്ട് കൃഷിയിലേക്ക് വന്നു? കൃഷിയിൽ ഏതാണ്ട് 20 വർഷത്തോളം ആവുന്നു. 20 വർഷം കൊണ്ട് അണ്ണ പച്ചക്കറിയും പിന്നെ നെൽകൃഷി, വാഴകൃഷി, പശു അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുക. അന്ന് മുതലേ ചെയ്യുവാണോ? ചെയ്യുവാണ്. ഇപ്പം ഇവിടെ എന്തൊക്കെ ക്രോപ്പുകളായിട്ടേക്കുന്നത്? ഇപ്പം പാവലുണ്ട്, പടവലമുണ്ട്, കോവലുണ്ട്, കുമ്പറുണ്ട്, പിന്നെ കുമ്പളം, വഴുതന. കുമ്പളവും പിന്നെ വഴുതന എല്ലാം ഉണ്ട് അല്ലേ? ഈ പന്തൽ ക്രോപ്പ് എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ പന്തൽ ഇവിടെ തന്നെ ഉള്ളതാണോ? ഇതിപ്പം 3 വർഷമായിട്ട് സ്ഥിരമായി ഇവിടെ തന്നെയാണ്. 3 വർഷമായിട്ട് ഉള്ള പന്തൽ തന്നെ ഇത്. അപ്പോൾ ഈ പാവല് ചെയ്യുന്ന സ്ഥലത്ത് പിന്നീട് അടുത്ത ക്രോപ്പ് എന്തെങ്കിലും ചെയ്യുമോ, അതോ പാവല് മാത്രമാണോ ചെയ്യുന്നത്? മാറി മാറി അങ്ങോട്ട് വിളവ് അങ്ങോട്ട് മാറി ചെയ്യും അല്ലേ? ഇതിപ്പോൾ പാവല് നമ്മൾ ചെയ്യുന്ന ആ കൃഷി ഒരുക്കുന്ന ഒരു കാര്യം കൂടെ നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഫസ്റ്റ് കൃഷി ചെയ്ത് തുടങ്ങുന്നത്? ഫസ്റ്റ് തടവെടുത്തിട്ട് കുമ്മായം ചെയ്യും. കുമ്മായം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചാണകപ്പൊടി ഇട്ട് അറിഞ്ഞിട്ടുണ്ടാകും. സമയം വിത്ത് ഇടുന്ന സമയത്ത് പിന്നെ ട്രൈക്കോഡർമ ഏതെങ്കിലും മിക്സ് ചെയ്ത് ചാണകപ്പൊടി ഇട്ട് സമ്പുഷ്ടീകരിച്ച വളം കൊടുത്തിട്ടാണ് നടുന്നത്. അപ്പോൾ വിത്തൊക്കെ എവിടുന്നാ വാങ്ങുന്നത്? വിത്ത് ഇവിടുന്ന് അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കൂടുതലും. വെറൈറ്റി നോക്കി തെരഞ്ഞെടുത്ത് തന്നെയാണോ വയ്ക്കുന്നത്? ഇതിപ്പം മായല്ലേ ചെയ്തേക്കുന്നത്? മായ എങ്ങനെയുണ്ട്? മാർക്കറ്റിംഗ് വില എങ്ങനെയുണ്ട്? വിളവ് കൂടുതലാണ്. വിളവ് കൂടുതലാണോ? വിലയിൽ ശകലം വ്യത്യാസം വരും. മറ്റുള്ള വിലയിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ വെറൈറ്റി പോലെ ആവുന്നത് കൊണ്ടാണോ മാർക്കറ്റ് കുറയുന്നത്? അതുകൊണ്ടായിരിക്കും. അപ്പൊ മിക്കവാറും വലിപ്പം കൂടുതലും എല്ലാം കൂടെ കൊണ്ട് മാർക്കറ്റിങ്ങിന് അവർക്കൊരു മടുപ്പ്, ചെറിയൊരു മടുപ്പുണ്ട്. എന്നാലും കൂടുതൽ ചിലവുണ്ട്. മിക്കവാറും ഉള്ള കർഷകർ പറയുന്നത് ഈ മായ വെറൈറ്റി ചെയ്തുകൊണ്ട് ഈ പാണ്ടിപ്പാവയ്ക്ക വരുന്നത് പോലെ തന്നെ നമ്മൾ പാണ്ടിപ്പാവയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട് വിപണി കൊണ്ടുവെക്കുമ്പോൾ അതിന് വില കുറയുന്നു എന്ന് പറയുന്നു. അപ്പൊ അണ്ണൻ അങ്ങനെ എത്ര രൂപ വ്യത്യാസം വരുന്നു? അങ്ങനെ മറ്റേ പ്രീതി അങ്ങനെയുള്ള പാവയ്ക്കയും കാട്ടി ഏകദേശം ഒരു 20 രൂപ കിലോയുടെ പുറത്ത് വ്യത്യാസം വരും. ഇതിൽ വില കുറയുന്നുണ്ടല്ലേ? മറ്റേ പ്രീതി ആണെങ്കിൽ പച്ച കളറ് മുള്ളും കിട്ടുന്നുണ്ടല്ലേ? ഇതിന് മുള്ളില്ലല്ലോ. അപ്പൊ അങ്ങനെ വില വ്യത്യാസം, വില ഇടിവ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടോ അണ്ണൻ്റെ? ജൈവം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ വന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനെണ്ണം കൂടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ലേ? കാ അഴുകുന്നില്ലേ? പകുതി പോവും. അപ്പൊ ഇത് മാനേജ് ചെയ്യാൻ ഇടാൻ ജോലി കൂടുതലുണ്ടാണോ ഇടാത്തത്? അപ്പൊ എത്ര ശതമാനം പോവും? ഒരു 50% പോകുന്നുണ്ടല്ലേ? അപ്പൊ ഫിറമോൺ കെണിയൊക്കെ മേടിച്ചു വെച്ചാൽ ഈച്ച കൂടുതലായിട്ടാണോ അനുഭവപ്പെടുന്നത്? അപ്പൊ സ്റ്റിക്കി ട്രാപ്പ് ആയാലോ? അങ്ങനെയാണ് വരുന്നത് അല്ലേ? വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പോഴേ അത് സലാഡ് കുക്കുംബറോ? സലാഡ് കുക്കുംബർ ഈൽഡ് കഴിഞ്ഞാണോ? വിളവെടുപ്പ് കഴിഞ്ഞു വരുക. ഇനിയിപ്പോ അടുത്ത എന്ത് ചെയ്യും അതിനകത്ത്? ഇതെല്ലാം മാറി ഇനി വേറെ വിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. കുക്കുംബർ അപ്പുറം ഇട്ട് കഴിഞ്ഞു. പിന്നെ പയറ്, വെണ്ട അതെല്ലാം അപ്പുറത്തോട്ട് മാറി മാറി അങ്ങോട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത് ഈ മഴ 3 മാസം ഇനി ഒന്നും ചെയ്യത്തില്ല. 1.5 മാസം ഇനി വീട്ടിലാണ് ചെയ്യുന്നത്. വേറെ പന്തൽ കിടപ്പുണ്ട്. ഇനി വേറെ മാറി ചെയ്യുക? അവിടെ ഇട്ടിരിക്കുക. വേറെ പന്തലിട്ടിട്ടുണ്ട്. പാവലും പടവലും എല്ലാം അവിടെ ഇട്ടേക്കും. എവിടെ? വീട്ടയ്യത്തിടുവോ? വീട്ടയ്യത്ത്. അപ്പൊ ഇനി ഇത് ഒഴിച്ചിട്ടേക്കത്തേ ഉള്ളോ? 2 മാസം ഇവിടെ ഇങ്ങനെ കിടക്കും. 2 മാസം ചൂടായത് ഈ ചൂട് മാറാൻ വേണ്ടി കുറച്ചിട്ടിരിക്കും. ഈ പന്തലിന് ഈ അണുബാധ എല്ലാം മാറാൻ വേണ്ടി 2 മാസം വെറുതെ ഇട്ടേക്കും. പിന്നീട് ഇത് പിച്ച് കത്തിച്ച് കളയോ? ഇതിന് കത്തിക്കാൻ നോക്കത്തില്ല. ഇതിവിടെ കിടന്ന് മൂട് വെട്ടുമ്പോൾ കിടന്ന് ഉണങ്ങി ദ്രവിച്ചങ്ങ് പോകും. എന്നിട്ട് പിന്നെ അടുത്തത് നമ്മൾ ശരിയാക്കി പന്തലൊക്കെ ശരിയാക്കി ഇതിന് മംഗസൊക്കെ ചെയ്തിട്ട് മംഗസൊക്കെ അടിച്ചിട്ടാകുമ്പോഴത്തേക്ക് മാറും കുറെ. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അടുത്ത വിള ചെയ്യത്തുള്ളൂ. ഇനി അപ്പോഴണ്ണൻ ഈ പച്ചക്കറിയിൽ നിന്ന് എത്ര രൂപ വില ലാഭം അങ്ങനെ അണ്ണൻ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊരു കണക്ക് കൂട്ടാൻ പറ്റും. എന്നാലും നഷ്ടമുണ്ടോ? നഷ്ടമൊന്നുമില്ല. പച്ചക്കറി നഷ്ടമില്ല. അല്ല അപ്പൊ ഈ വയലിൽ ചെയ്തിട്ട് ഇനി വീട്ടയ്യത്ത് എത്ര മാസം ചെയ്യും? അവിടെ അങ്ങനില്ല. ഇതിന് മാറി മാറി ചെയ്യുന്ന എപ്പോഴും പച്ചക്കറി കാണും. എല്ലാ ക്രോപ്പുകളും ഏതെങ്കിലുമൊക്കെ മാറി മാറി ചെയ്യോ? അപ്പോഴേ ഇതിന് മാനേജ് ചെയ്യാൻ എത്ര സമയം വരും? ഇതും പശുവും തന്നെ. അഞ്ഞു പോരുമല്ലോ. ഇത് ഇന്നലെ വിപണിയിൽ എണ്ണം പിച്ചിയോ? ഇത് ഒരു വിപണിയിൽ എത്ര കിലോ കൊണ്ടുപോകും? 30 കിലോ പാവയ്ക്ക് പറയാതെ ഒരു വിപണിയിൽ കൊണ്ടുപോകും. ഇത് ഇട്ടതിന് ശേഷം എത്ര വിളവെടുത്ത് കാണും? 4 ആഴ്ച കൊണ്ട് എടുക്കുന്നു.
4 ആഴ്ച കൊണ്ട് വിളവെടുക്കും അല്ലേ? അപ്പോൾ 30 കിലോ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും ഒരു വിപണിയിലായിട്ട്. ഒരു വിപണിയിൽ മാത്രം കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അന്നേരം ഒരാഴ്ച എത്ര വിളവെടുക്കും? ഇത് എത്ര മൂട് കാണും മൊത്തം? 50 മൂട് പാവലുണ്ടല്ലേ? അപ്പോൾ ഒരാഴ്ച ഒരു 60 കിലോ ആവറേജ് കൂട്ടാൻ നമുക്കല്ലേ? അപ്പോൾ എത്ര രൂപ വിലയൊക്കെ വരുന്നുണ്ട്? ഇപ്പം 60-65 വിലയാണ് ഇപ്പോഴത്തെ റേറ്റ്. 60-65 പോകും അല്ലേ? അപ്പോൾ പാവയ്ക്കാകുമ്പം പാവൽ കൃഷി ആകുമ്പോൾ ഇത്തിരി ലാഭം ഉണ്ടല്ലേ? അപ്പോൾ വിളവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇച്ചിരി വില കുറഞ്ഞാലും തൂക്കം കൂടുതൽ തൂക്കം കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ? ഓഹോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ സലാഡ്, കുക്കുംബർ, പിന്നെ നെല്ലൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? വേറെ വയലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എൻഗേജ്ഡ് തന്നെ എല്ലാ സമയം അല്ലേ? അന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ജോലിക്കാർ ഉണ്ട്? ഒരാളെ നിർത്തുമോ? ഓഹോ. ഇത് കുമ്പളാണ് ഓണത്തിനിട്ടതാണോ അതോ അത് പിന്നെ അതിന് ശേഷം മഞ്ഞളിപ്പ് പോലെ വന്നല്ലേ? മരുന്നൊക്കെ ചെയ്തില്ലേ? എന്നാലും കുമ്പളങ്ങ പിച്ചില്ലേ? പിച്ചി കൊടുത്തു തുടങ്ങി. ഇപ്പം വില എത്ര ഉണ്ട്? 60 ഉള്ളൂ. നല്ല ഓണത്തിന് നല്ല വിലയല്ലേ ഉണ്ടായിരുന്നു? കുറെ കൊടുത്തോ? 60 കിലോ കുമ്പളം പിച്ച് കഴിഞ്ഞല്ലേ? വഴുതനയൊക്കെ അതും മാർക്കറ്റിൽ തന്നെ കൊടുക്കുമല്ലേ അണ്ണ? വീട്ടിൽ കൊടുക്കുമല്ലോ? വിപണിയിലും കൊടുക്കുന്നുണ്ട്. ഇനി പയർ ഇട്ടിട്ടുണ്ട്. പയറും കൂൾ സീസണും ഉണ്ടല്ലേ? ക്യാബേജ്, കോളിഫ്ലവറും ഉണ്ടോ? ശരി, നമുക്ക് അതുകൂടെ കാണാം. ഇത് എത്ര മൂട് പയർ ചെയ്തിട്ടുണ്ടെന്നാ? എത്ര കേട്ടില്ല? 180 മൂട് ചെയ്ത്. ഇത് ഏത് വെറൈറ്റിയാ? നമ്മുടെ കൃഷിഭവന്റെ വിത്താ അല്ലേ? ഓഹോ. അപ്പോൾ അതും ഇത് പന്തൽ കയറ്റാനുള്ളതല്ലേ? കിളിച്ച് വരുന്നതും അല്ലേ? അപ്പോൾ ഒരിടത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡിലോട്ട് കൃഷി ഇറക്കിയേക്കുക. അങ്ങേറ്റം വരെ ചെയ്യുമോ? പശുക്കൾ നിൽക്കുന്ന ആ ഭാഗം വരെ? അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അവിടെ വെള്ളം വറ്റി ഉണക്കാവുമ്പോൾ ഇനിയാണ് ചീര ചെയ്യോ? ചീര ചെയ്യും അല്ലേ? ചീര നല്ല ലാഭമാണെന്ന് പറഞ്ഞ് പിഴുതു കൊടുക്കാല്ലേ? അല്ല, ഇപ്പൊ ഈ ഉണക്കത്ത് നമുക്ക് നല്ല ലാഭമല്ലേ? അങ്ങ് പിഴുതാൻ കൊടുക്കത്തില്ല ഉള്ളു അല്ലേ? ഓഹോ. അപ്പോൾ കുഴപ്പമില്ല. ഒരു ഭാഗം ഒഴിഞ്ഞു വരുന്നതിനനുസരിച്ച് അടുത്ത ഈ പടവലങ്ങയൊക്കെ പിച്ച് തീരാറായെന്ന് തോന്നുന്നല്ലേ? എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓരോരോ ക്രോപ്പുണ്ട്. അപ്പോൾ അണ്ണനൊന്നും മേടിക്കണ്ടല്ലോ. വിഷമുള്ള പച്ചക്കറി തിന്നുണ്ടല്ലോ, ഫ്രഷ് ആയിട്ടുള്ള. തിന്നാനും വയ്യ അല്ലേ? അതൊന്ന് കണ്ട് തിന്നാൻ വയ്യാത്തോണ്ടാന്നോ? പച്ചക്കറി കഴിക്കും ഇഷ്ടമാണല്ലേ? ശരി. ഇത് റെഡ് ഐഡി പപ്പായ അല്ലേ? എത്ര മൂട്? ഇതെന്ത് കുറച്ചല്ലോ? ട്രയലാണോ? എന്താ അസുഖം? വൈറസ് വന്നായിരുന്നോ റെഡ് ലേഡിയിൽ? വന്നായിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും ട്രയൽ തുടങ്ങിയേക്കുക. ശരി, നന്നായി വരട്ടെ. അണ്ണാ, ഈ കൂൾ സീസൺ എത്ര ചെയ്തിട്ടുണ്ട്? കോളിഫ്ലവറും ക്യാബേജും 350 വീതം ചെയ്തിട്ടുണ്ട്. ഇത് ബ്രൊക്കോളിയൊക്കെ കൊണ്ടുവന്നോ? അപ്പം നമ്മുടെ സീസണിലൊക്കെ അനുയോജ്യമാണോ ബ്രൊക്കോളിയൊക്കെ? കുഴപ്പമില്ല അല്ലേ? ബ്രൊക്കോളി എത്ര? ഇത് അണ്ണന് കൃഷിഭവനിൽ നിന്ന് തന്നെയാണോ? അത് അണ്ണൻ വാങ്ങിയതാണോ ബ്രൊക്കോളി? PFCക്കടെ? ഓഹോ. ഇത് പൂ ഇച്ചിരി കൂടെ വലിയ സൈസ് ആവത്തില്ലേ? വലിയ സൈസ് നമ്മള് മറ്റേ കോളിഫ്ലവറിന്റെ കണക്കാവും, മൊത്തത്തിലാവുമെന്ന് തോന്നുന്നു. വലുതായി തുടങ്ങുന്നുണ്ട്. അതാണ്ട് അങ്ങോട്ടൊക്കെ ആയല്ലോ അല്ലേ? അപ്പോൾ എല്ലാം നമുക്ക് ഉണ്ടാവും, കേരളത്തിലും ഉണ്ടാവും അല്ലേ? സീസണായി അല്ലെങ്കിൽ ഇപ്പം വല്ലാത്തൊരു തണുപ്പും കാലാവസ്ഥ അല്ലേ? കാലാവസ്ഥ ഒരു നല്ല ഇതണ്ണ വീട്ടാവശ്യത്തിന് എടുക്കത്തോളോ അതോ കൊടുക്കുന്നുണ്ടോ? ഈ കോളിഫ്ലവർ കൊടുക്കുമല്ലേ? എത്ര കോളിഫ്ലവറിനൊക്കെ എന്താ വില കിട്ടുന്നുണ്ട്?
1 കിലോ 80 രൂപ. ആ